AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായി. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ വിവാദം ആളിക്കത്തുന്നതിനിടെയാണ് യോഗം നടന്നത്. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വളരെ നിർണായകമായൊരു വിവരം തന്നെയാണ് പുറത്തു വരാനിരിക്കുന്നത്. കാരണം ഇന്ന് AKG സെന്ററിൽ CPM സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം പോലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി EP ജയരാജൻ പറയുകയുണ്ടായിരുന്നു. പല ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ തീരുമാനം അന്തിമമാണ്, അല്ലെങ്കിൽ അത് നിർണായകമാണ് എന്നൊരവസ്ഥയിൽ ഈ CPM സെക്രട്ടറി യോഗം വളരെ നിർണായകമാണ്. വിനോദിന്റെ വിവരങ്ങളുമായി. വിനോദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CPMന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം 3:30 മണിയോടുകൂടി സെക്രട്ടറി സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, EP ജയരാജന്റെ വിഷയം തന്നെയായിരുന്നു ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. EP ജയരാജൻ BJP നേതാവിനെ കണ്ടത് ഏറെ വിവാദമായിരുന്നു. ആ വിഷയത്തിൽ പാർട്ടി കൈക്കൊണ്ട സമീപനം, അല്ലെങ്കിൽ EP ജയരാജനോട് എന്തെങ്കിലും സ്ഥിരീകരണം നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് അറിയാൻ കഴിയും. ഏതായാലും അതിനുശേഷം മാധ്യമങ്ങളെ ഔദ്യോഗികമായി പാർട്ടി സെക്രട്ടറി കാണുകയാണ്. അത് മാത്രമല്ല, 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. അതിന്മേലും പാർട്ടിയുടെ അഭിപ്രായം എന്താണ്, എത്ര സീറ്റുകളിലാണ് വിജയപ്രതീക്ഷയുള്ളത്, വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയവ കൃത്യമായി വേർതിരിച്ച് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തു. കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി അറിയിക്കുമെന്നാണ് കരുതുന്നത്. വളരെ നിർണായകമായ ചർച്ച നടന്നത് EP ജയരാജൻ വിഷയത്തിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ ജയരാജൻ തന്റെ നിലപാട് പാർട്ടി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ പാർട്ടി കൈക്കൊള്ളുന്ന സമീപനം എന്ത് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ദേവിക. വിനോദ്, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഇതിലാണ് ഏറ്റവും പ്രാഥമികമായി തന്നെ ഒരു തീരുമാനം വരാനിരിക്കുന്നത്. EPക്ക് അനുകൂലമായിട്ടാണോ അതോ പ്രതികൂലമായിട്ടാണോ കാര്യങ്ങൾ വരാൻ സാധ്യത? EP ജയരാജന് അത്ര പ്രതികൂലമായ കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയില്ല. കാരണം EP ജയരാജൻ വളരെ ശക്തനായ നേതാവാണ്. അത് മാത്രമല്ല, പിണറായി വിജയനുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് EP ജയരാജനെതിരെ വലിയ നടപടി കൈക്കൊള്ളാൻ സാധ്യതയില്ല. EP ജയരാജന് ജാഗ്രതക്കുറവ് ഉണ്ടായി തുടങ്ങിയ എന്തെങ്കിലും പരാമർശങ്ങൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റുന്നത് ഒരു അപകടമാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. അതുതന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.